ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നിസ്കോമെഡ് എന്ന കമ്പനിയുടെ PW215 ഈ മോഡലിലുള്ള ഒരു ബ്ലഡ് പ്രഷർ മോണിറ്ററാണ്. ഈ പ്രോഡക്റ്റ് നമ്മളുടെ എല്ലാവരുടെയും വീടുകളിൽ ആവശ്യം വേണ്ടുന്ന ഒരു സാധനമാണ്. കാരണം നമ്മളിൽ പലപേരും ബ്ലഡ് പ്രഷർ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നവരാണ്. ഹൈപ്പർ ടെൻഷൻ മുഖേനയും പല കാര്യങ്ങളായിട്ടും ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പോൾ നമ്മൾക്ക് സ്ഥിരമായി ഒരു BP പേഷ്യൻ്റ് ആണെങ്കിൽ എന്നും നമുക്കൊരു ലാബുകളിൽ ചെന്ന് പരിശോധിക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഉപകരണം നമ്മളുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗക്രമം നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളുടെ BP സ്ഥിരമായി പരിശോധിച്ച് നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് ആദ്യമായി തന്നെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം പരിചയമുള്ളവരായിരിക്കാം, പക്ഷെ അത് അറിയാത്തവർക്ക് വേണ്ടിയും കൂടെയാണ് ഇങ്ങനെയൊരു അൺബോക്സിങ്ങും അതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെയധികം നല്ലൊരു പ്രൊഡക്റ്റാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ധാരാളം റിവ്യൂസ് ഉള്ള പ്രൊഡക്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് വേരിയബിൾ ഡിസ്പ്ലേ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. അതായത് നമ്മുടെ ഷുഗറിൻ്റെ ബ്ലഡ് പ്രഷറിനനുസരിച്ച് നമ്മുടെ ഡിസ്പ്ലേയിൽ നിറവ്യത്യാസം വരുന്നത് മൂലം നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. മാത്രവുമല്ല, അതിന് സ്പീക്കർ അനൗൺസ്മെൻറ്റും വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് വൈകാതെ അൺബോക്സിങ്ങിലേക്കും റിവ്യൂയിലേക്കും പോകാം. വാ. ഹലോ, അപ്പോൾ നമ്മൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കുകയാണ്. ഇങ്ങനെയാണ് ഈ ബോക്സ് വരുന്നത്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയ പ്രോഡക്റ്റാണ്. ഇത് ഒരു ടൈപ്സ് B പോർട്ടാണ്, പിന്നെ കേബിളാണ്. ഇതാണ് മോണിറ്റർ. ബോക്സിനകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇത് നമ്മുടെ കയ്യിലേക്ക് ഉപയോഗിക്കുന്ന ആ ഒരു ട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സംഭവമാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ ഒരു പൗച്ചുണ്ട്. പിന്നെ അവരുടെ ഒരു വാറണ്ടി കാർഡ്, കുറച്ച് യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതെല്ലാം അവിടെ മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് 4 AA സൈസ് ബാറ്ററിയാണ്. ഇത് ബാറ്ററി പവറാണ്, പക്ഷേ എങ്കിലും നമുക്കത് USB വഴി കണക്ട് ചെയ്ത് USB-B വഴി നമുക്ക് കണക്ട് ചെയ്ത് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതാണ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്കതിന് ബാറ്ററിയൊക്കെ ഒന്നിടാം. ഹലോ ഫ്രണ്ട്സ്, സെറ്റിങ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന് ബാറ്ററി ഇടണം. 4 AA ബാറ്ററിയാണ് ഇതിനകത്തോട്ട് വരുന്നത്. അപ്പം ഈ ബാറ്ററി ഇടുകയാണെങ്കിൽ നമുക്കത് സെറ്റിങ്സിലേക്ക് പോകും. പക്ഷെ അതിന് മുന്നേ നമുക്കത് ബാറ്ററി ഇല്ലാതെ തന്നെ നമ്മുടെ പവർ ബാങ്ക്, അതായത് USB മൈക്രോ പോർട്ട് വഴി നമുക്കിത് കണക്ട് ചെയ്യാം. പക്ഷെ ബാറ്ററി ഇട്ടതിന് ശേഷം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് USB വഴി നമുക്കിത് എങ്ങനെയാണ് ഓൺ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ആദ്യമായി തന്നെ ഒരു പവർ ബാങ്ക് എടുക്കുക. അപ്പം ഞാൻ ഒരു പവർ ബാങ്ക് എടുത്തു. പവർ ബാങ്കിലോട്ട് നമ്മൾ അത് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ പവർ ബാങ്കിൽ കണക്ട് ചെയ്യുമ്പം ഇത് അത്യാവശ്യ ഘട്ടങ്ങളിലാണ് കേട്ടോ. അതായത് നമുക്ക് ബാറ്ററി സെല്ലെല്ലാം തീർന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്കിങ്ങനെ പവർ ബാങ്ക് വെച്ചും നമുക്കിത് ഉപയോഗിക്കാം. അതായത് മൊബൈൽ ചാർജർ ആയാലും നമുക്ക് മതി. പക്ഷേ മൈക്രോ പോർട്ടിലാണ് അത് വർക്ക് ചെയ്യുന്നത്, USB പോർട്ടിൽ. അപ്പം നമ്മൾ പവർ ബാങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പവർ ബാങ്ക് വഴി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്കത് ഓണാക്കി എടുക്കാൻ പറ്റും. ഇതാണോ. അപ്പം ബാറ്ററി തീർന്നു പോയാലും നമുക്ക് എമർജൻസിയിൽ നമുക്കിതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് ബാറ്ററിയിലേക്ക് പോകും. അപ്പോൾ കമ്പാർട്ട്മെൻറ്റ്, നമുക്ക് ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ആദ്യമായിട്ട് നമ്മൾ തുറക്കണം.
അതിനുശേഷം നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സെല്ലാണ്. നമ്മൾ ഇത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള നല്ല ആൽക്കലൈൻ സെല്ല് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ പാനസോണിക്കിൻ്റെ ഇതുപോലുള്ള നല്ല ആൽക്കലൈൻ സെല്ല്, അത് നമുക്ക് ലോങ് ലൈഫാണ്. അപ്പം ഇതുപോലുള്ള WA ബാറ്ററി 4, അത് പൊളാരിറ്റി എല്ലാം വൃത്തിയായിട്ട് ചെക്ക് ചെയ്യാൻ നോക്കണം നമ്മൾ ചെയ്യുമ്പോൾ. ഞാൻ ഓരോന്നായിട്ട് ബാറ്ററി ഇടുന്നു. കണ്ടോ, 4 ബാറ്ററിയും നമ്മൾ കറക്റ്റ് പൊസിഷനിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ക്ലോസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓൺ ചെയ്ത് നോക്കുക. ഓൺ ആവുന്നുണ്ട്. അപ്പം നമുക്കിതിനെ സെറ്റിങ്സിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ സമയങ്ങളും തീയതിയും എല്ലാം നമുക്കിതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് വെക്കണം. 2 യൂസറിനും സെറ്റിങ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഒരു യൂസറെ സെറ്റ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതിനെ തുടർന്ന് രണ്ടാമത്തെ യൂസറിലും സെയിം തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒന്നാമത്തെ യൂസറിലേക്ക് ചെയ്യുന്നത്. അപ്പം സെറ്റിങ്സിൽ നമ്മൾ ഒരു 5 സെക്കൻഡ് നേരം പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പം ഓണായി വന്നിട്ടുണ്ട്. ഇപ്പം 2037 കാണിക്കുന്നത്. നമ്മുടെ വർഷം നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് പിടിച്ചാലും മതി കേട്ടോ. ഞാനത് തെറ്റിപ്പോയിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോന്നായിട്ട് ഞെക്കി കൊടുക്കുന്നത്. 2021, 22, 23 നമ്മുടെ വർഷം. പിന്നെ സെറ്റിങ്സിലോട്ട് പോവുക വീണ്ടും. ഇപ്പം നമുക്ക് കാണിക്കുന്നത് യൂസർ 1ൻ്റെ ആണ്. യൂസർ 1ൻ്റെ മാസമാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോഴത്തെ മാസം നമുക്ക് 3 അപ്പോൾ നമ്മൾ 3 ചെയ്തു. സെറ്റിങ് കൊടുത്തു. ഇന്നത്തെ തീയതി നമുക്ക് കൊടുത്തു 19 ഇന്നത്തെ തീയതി. 19 കൊടുത്തു. പിന്നെ സിസ്റ്റത്തിൻ്റെ സമയമാണ്. അത് 12 മണിക്കൂറാണ്, 24 മണിക്കൂറാണ്. അത് നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ 24, 12 നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ 12 24 സെറ്റ് ചെയ്തു. ഇപ്പം നമുക്ക് സമയമാണ്. സമയം നമുക്കിപ്പോൾ ഇത് ഏതാണ്ട് ഒരു 3-3:30 മണിയായി കാണും. അപ്പം ഇപ്പം 3 മണി കഴിഞ്ഞു. അപ്പം നമുക്ക് 15 കൊടുക്കേണ്ടത്. കണ്ടോ, സമയം നമ്മൾ കൊടുത്തു. മിനിറ്റ് നമുക്ക് അന്നത്തേതും പോലെ നമുക്ക് കൊടുക്കാം കേട്ടോ. അത് ഓക്കെയാണ്. പിന്നെ സ്പീക്കർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അനൗൺസിങ് ആണ്. അപ്പം നമുക്ക് അനൗൺസിങ് വേണമെങ്കിൽ ഇത് കൊടുക്കാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഇത് ഓൺ ഇട്ട് കൊടുക്കാം. വേണ്ടെന്നുണ്ടെങ്കിൽ അനൗൺസിങ് വേണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കൊടുക്കാം. പിന്നെ വരുന്നത് അലാറമാണ്. അലാറം എന്ന് പറയുമ്പം നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു കൃത്യസമയം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അലാറം വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. അത് വേണ്ടെന്നുണ്ടെങ്കിൽ സമയം കൃത്യമായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം കണ്ടോ, അലാറം സിമ്പിൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അലാറം ഓണായി. ഇപ്പം സെറ്റിങ്സിലേക്ക് പോവുകയാണ്. അലാറം ഓണാക്കി വെച്ചുകൊണ്ട് തന്നെ സെറ്റിങ്സിലേക്ക് പോവുകയാണ്. ഇപ്പം എല്ലാ സെറ്റിങ്സും ഇതിൽ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ BP നമുക്കൊന്ന് പരിശോധിക്കണം. BP പരിശോധിക്കുവാനായിട്ട് അതിൻ്റെ കയ്യിൽ നമ്മൾ ഇതുപോലെ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്ന പറഞ്ഞാൽ നമ്മുടെ കൈൻ്റെ ഏതാണ്ട് ഒരു 1.5 സെൻറ്റിമീറ്റർ, അതായത് നമ്മുടെ എൽബോ വരുന്നുണ്ടല്ലോ, എൽബോയുടെ 1.5 സെൻറ്റിമീറ്റർ താഴ്ഭാഗത്തോട്ടായിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കേണ്ടത്. കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇത് ട്യൂബ് ഇടുന്ന ഭാഗമാണ്. ഈ ട്യൂബ് നമ്മൾ ഇതിനകത്തോട്ട് ഇതിൻ്റെ എഡ്ജ് കണ്ടോ, കറക്റ്റായിട്ട് ഇതിനകത്തോട്ട് നമ്മൾ വെക്കുകയാണ്. പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പരിശോധിക്കാൻ വേണ്ടി മോണിറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പം പരിശോധിക്കാൻ പോവുകയാണ്. പരിശോധിക്കുമ്പം നമ്മൾ കൈയെല്ലാം കറക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് തന്നെ ഒരു ഭാഗത്ത് ഫ്രീ ആയിട്ട് നല്ല നിലയിൽ വയ്ക്കുക. കൈ ഞാത്തിയൊന്നും വിടരുത്. കറക്റ്റായിട്ട് നമ്മൾ കസേരയ്ക്ക് മുകളിൽ ഇരുന്നിട്ട് കൈ നമുക്ക് അഭിമുഖമായി തന്നെ പിടിച്ച് വൃത്തിയായിട്ട് വെച്ചതിന് ശേഷം ഈ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ കൊടുക്കുകയാണ്. ഈ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ കണ്ടോ, ഇതിന് അനൗൺസ്മെന്റ് വരും. ഇപ്പം വർക്ക് ചെയ്ത് തുടങ്ങി.
എനിക്കല്പം BP ഉള്ള ആളാണ് കേട്ടോ, ഞാനൊരു BP പേഷ്യൻ്റ് ആണ്. ഇപ്പം മെഷർ ഡൗൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പരിശോധിച്ചു, കണ്ടോ എൻ്റെ പ്രഷർ കൂടുതലാണ്. എനിക്ക് സിസ്റ്റോളിക്ക് 187 ഉണ്ട്, ഡയസ്റ്റോളിക്ക് 105 ആണ്. എൻ്റെ ഹാർട്ടിൻ്റെ പൾസ് റേറ്റ് 92 ആണ്. അപ്പം ഞാൻ ഹൈപ്പർ ടെൻഷനാണ്, എനിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരുടെയും BP കൃത്യമായിട്ട് പരിശോധിച്ച് നമുക്ക് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു, ഉപകാരപ്രദമായ വീഡിയോ ആയെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ഇത് കണ്ട് തുടരെ അടുത്തുള്ള വീഡിയോകളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ ബൈ.